എക്സ്ക്യൂസ് മീ, എന്താ? ഇവിടെ എവിടെയാ ഒരു സ്വർണ്ണക്കട? അയ്യോ, ഈ മാളിൽ സ്വർണ്ണക്കട ഇല്ല. അല്ല, ഇവിടെ ഉണ്ട്, സ്വർണ്ണക്കട ഉണ്ട്. ഇല്ല, സ്വർണ്ണക്കട ഇല്ലാത്ത ഒരേ ഒരു മാൾ ഇതേ ഉള്ളൂ. അതെ അതെ. അല്ല അതന്നേരം അല്ല, ഒരു സ്വർണ്ണക്കട നടത്തുന്നത് ഒരു സ്ത്രീയാ. സ്ത്രീയോ? ആ, അതാരാ? ആ സ്ത്രീയുടെ പേര് ജെനി. ജെനി? അറിയോ? ജെനി? ജെനി? ജെനി നടത്തുന്ന സ്വർണ്ണക്കട അതറിയാം. ആ കട അറിയാം, അതറിയാം. കാണുന്ന കടയാണ് ആ സ്വർണ്ണക്കട. ഇതത് അത് ബ്യൂട്ടി പാർലർ അല്ലേ? അതെ, അതാണ് നിന്നോട് സ്വർണ്ണക്കടയെന്ന് അവര് പറഞ്ഞത്. കണ്ണാടി പിടിച്ച മോളെ, എന്താ കാര്യം? ബാധ്യത തീർക്കുന്നതൊക്കെ എന്താ കാര്യം? ഞാനും ജെനിയും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് പിന്നെ ചാറ്റിംഗ് ആയി, ചീറ്റിംഗ് ആയി, പിന്നെ ഞങ്ങൾ പ്രണയമായി, ഭയങ്കര, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പറച്ചിലും അതും ഇതൊക്കെ ആയിട്ട് അവസാനം മൂത്ത പ്രണയം. ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിരിയാൻ പറ്റാത്ത അവസ്ഥയായി. നമുക്ക് നമുക്ക് ജോലി എവിടെയാ? ഞാൻ ദുബായിലാ. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നീ ജെനിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജെനി നിന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാഞ്ഞത് ഭാഗ്യം. അതെ, നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കാന്ന് എന്റെ ജെനിയെ വിളിക്കുന്നുണ്ടോ? സമാധാനപ്പെട്ട് വിളിച്ചുതരാം. ജെനി, നിന്നെ കാണാൻ അങ്ങ് ദുബായിന്ന് ഒരാൾ വന്നിരിക്കുന്നു. അതെ അതെ. ഒന്ന് ചെന്ന് വിളിച്ചോണ്ട് പാടി. ജെനി, 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 താങ്കൾ അലറണ്ട, ഞാൻ വിളിച്ചോളാം. ജെനി, ഇനി വന്നേ. അതാണ് ഞാൻ പറഞ്ഞ പയ്യൻ. നോക്ക്. നോക്ക്. അറിയോ ആളെ? ഞങ്ങള് ഫേസ്ബുക്കിൽ ചെറുതായിട്ട് പരിചയമൊക്കെ ഉണ്ട്. ജെനി, വാ നമുക്ക് വീട്ടിൽ പോവാം. അച്ഛനും അമ്മയും കണ്ട് നമുക്ക് അനുവാദമൊക്കെ വാങ്ങിക്കണ്ടേ? നമുക്കിനി കല്യാണം കഴിക്കണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, നമുക്ക് എൻജോയ് ചെയ്യണം, അടിച്ചു പൊളിക്കണം. ജോഡികളായി തിരിഞ്ഞ് ഇമവെട്ട് മത്സരം. കണ്ണോട് കണ്ണും നോക്കി, കണ്ണും കണ്ണും നോക്കിയിരിക്കുമല്ലോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ജെനി, ഈ ഒരു മേശയും കസേരയും കിട്ടാൻ അതിന്റെ അപ്പുറം ഇരിക്കണം അല്ലേ? അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പൊ ഉത്തമ്മ, റെമോ, ഇവിടെ ആരാ ഉള്ളേ? 2 ചെയർ ഇട്ട് തന്നാൽ. എന്നെ നോക്കാണ്ട് നേരെ ഇങ്ങനെ വെറുതെ നോക്കിയാൽ മതി. കരയല്ലേ, കണ്ണുപൂട്ടല്ലേ, പൂട്ടരുത്. വിജയിച്ചിരിക്കുകയാണ്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി, മരുമോനെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി, മരുമോനെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി, മരുമോനെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. താങ്ക് യു. Hello, Mira. Welcome to Tamasha Bazaar. താങ്ക് യു ജുവൽ.
ഹലോ, ഇതാരാണ്? വെൽക്കം ടു തമാശ ബസാർ. താങ്ക് യു. നീയും ഞാനും എന്ന ഏറ്റവും പുതിയ സിനിമ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തിയേറ്റേഴ്സിൽ നമ്മൾ എപ്പോഴും പറയും ഭയങ്കര ഗംഭീര റെസ്പോൺസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ റെസ്പോൺസ് ആണ്. കാരണം ആ സിനിമയുടെ ഫീല് ആൾക്കാർ ഉൾക്കൊണ്ട് വളരെ കാലത്തിന് ശേഷം നല്ലൊരു പ്രണയ കഥ അല്ലെ മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. പറയൂ, നീയും ഞാനും എന്ന സിനിമയുടെ വിശേഷങ്ങൾ. നീയും ഞാനും അതിന്റെ ഏറ്റവും ഫ്രഷ് ഫീൽ തന്നെ ഫസ്റ്റ് എടുത്ത് പറയാം. ഷറഫ് ഖാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ്. അപ്പം കൊമേഡിയനായിട്ടും വില്ലനായിട്ടൊക്കെ നമ്മളെ നെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ മരുത്തനിലെ വില്ലൻ വേഷമൊക്കെ കണ്ടിട്ട് ഒരുപാട് നല്ല അഭിപ്രായം വന്നിരുന്നു. അപ്പോൾ അതേ അഭിപ്രായം തന്നെ, അതേ നല്ല അഭിപ്രായം തന്നെ ഇപ്പോൾ നായകനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടന് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയായിരുന്നല്ലോ. അതെ. അപ്പൊ ഈ ബേബിച്ചനും അതുപോലെ ഒരെണ്ണം കിട്ടിയാ കൊള്ളാന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് അത് ചോദിക്കാൻ ഭയങ്കര മടി, അതുകൊണ്ട് എന്നെ കൊണ്ട് ചോദിപ്പിക്കുക. കണ്ടോ, ഇതേ ഇങ്ങനെ പോയാ നാണത്തിന് ഗിന്നസ് റെക്കോർഡ് കിട്ടുമല്ലോ. നീ വന്നേ പറയട്ടെ, നാണിക്കണ്ട ഇങ്ങോട്ട് വാ. എന്നാന്നറിയോ, കാര്യം പറഞ്ഞോളൂ. എനിക്ക് ഈ സംഭവം ഒന്ന് കിട്ടിയാൽ കൊള്ളാന്നുണ്ടേ. എന്ത് ചെയ്താലാണ് നമുക്ക് ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത്? നമ്മൾ സാഹസികമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഈ അത്ഭുത ദ്വീപിൽ എനിക്ക് റെക്കോർഡ് കിട്ടിയ ഞാൻ സാഹസികമായിട്ട് കുതിരയെ ഓടിച്ചു. ഒരു വലിയ നടൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. അങ്ങനെ എനിക്ക് കിട്ടിയത്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ കിട്ടത്തുള്ളൂ. അങ്ങനെ ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഈ കല്ല് നെഞ്ചത്ത് വെച്ചിട്ട് പിടിച്ചു പൊട്ടിക്കുക. ഈ മുട്ടിന്റെ ഇവിടം കൊണ്ട് വലിയ മറ്റേ ഇതുണ്ടല്ലോ അമ്മിക്കല്ല്, അതൊക്കെ ടക്കേ എന്ന് പറഞ്ഞ് പൊട്ടിക്കുക. ഒരു 10-25 ഇതുപോലെ ഇരുമ്പ് ഇതൊക്കെ വെച്ചിട്ട് കൈ കൊണ്ട് വെട്ടി രണ്ടാക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഈ തേങ്ങ തലക്കടിച്ച് പൊട്ടിച്ചാൽ കിട്ടുമോ? ഞാനൊരു 8 എണ്ണം വരെയും തലക്കടിച്ച് പൊട്ടിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇവള് തേങ്ങ എടുത്തെറിയും, ഞാൻ തല കൊണ്ടെടുത്ത് തടയും, അത് പൊട്ടും. 2 പീസാകുകളെടുത്ത് ചിരണ്ടി ചമ്മന്തി ഉണ്ടാക്കും. അങ്ങനെ 8 എണ്ണം വരെ എണ്ണി 9ാമത്തെ എറിഞ്ഞപ്പോൾ ഞാൻ താഴെ പോകുമായിരുന്നു. അതിന് കിട്ടിയല്ല. അതിന് കിട്ടാൻ ഒരു സാധ്യത. നീ എന്തിനാ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നതിന് പിച്ചുന്നേ? വീട്ടിൽ കിടന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എന്റെ ആണി അങ്ങേര് ചെയ്തത് വെച്ചല്ലേ അങ്ങേർക്ക് റെക്കോർഡ് ഇടാൻ പറ്റുള്ളൂ. ചേട്ടൻ പറയാ ബാക്കിയുള്ള കഥ. ഇതിനൊന്നും റെക്കോർഡ് കിട്ടാൻ പോകുന്നില്ല. ബ്ലേഡ് ചവച്ചരച്ച് തിന്നുന്ന സംഭവം. അതുപോലെ മൃഗങ്ങളെയൊക്കെ ഉണ്ടല്ലോ, ഈ ഓന്ത്, അരണ, ഇതിനെയൊക്കെ ചവച്ചരച്ച് തിന്നുക. കല്ല് ചവച്ച് തിന്നാ കിട്ടുമോ? കല്ല് കല്ലോ? ആ, നല്ല കല്ല് നല്ലോണം ചവച്ചരച്ച് തിന്നാല് കിട്ടുമോ? ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടുമല്ലോ. എന്ത് കല്ലാണ്? ഇവള് വെക്കുന്ന അരിക്കകത്ത് 1 കിലോ അരി കൊണ്ട് 3/4 കിലോ കല്ലായിരിക്കും. ആ 3/4 കിലോ കല്ല് ഞാൻ ചവച്ചരച്ച് ഇന്ന് വെള്ളം കുടിക്കുക. അതിന് കിട്ടിയാ? അതിനോ കിട്ടത്തില്ലേ? പക്ഷെ ആ കല്ല് എന്നാൽ വയറിനൊരു ഗുണമുണ്ട് കേട്ടോ. ഇവള് വയറിന് ഇടിക്കുമ്പോ എനിക്ക് ഏക്കിയല്ല. അതെന്താ? കല്ല് എന്ന് പാറയായിട്ട് കിടക്കുകയല്ല വയറിന്റെ അകത്ത്. ഇത്രയും കാര്യങ്ങൾ കേട്ട സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ഒരു സാഹസികമായ ഒരു കാര്യം ചെയ്യാൻ പറ്റുവാണ്. ഇതിലൊന്നും സാഹസികത സാഹസികതകൾ ചെയ്ത ആൾക്ക് ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് നമ്മൾ ഒരു കമ്പി വലിച്ചിങ്ങനെ കെട്ടി വെച്ചിട്ട് എവിടെ കെട്ടണം? നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കെട്ടണം. അതെവിടെയാടി? വലിച്ച് ഇങ്ങനെ വെച്ചിട്ട് അതേ കൂടെ നടന്ന് ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടും. ഒരുപാട് പേര് ട്രൈ ചെയ്ത് കിട്ടാതെ നിന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് താങ്കളല്ലേ നായികയായത്? ഈ പുള്ളിക്കാരൻ തന്നെ ഇത് കിടന്ന് ജലുപരി പറയുന്നത്? എന്റെ അസിസ്റ്റന്റ് ആണ് അദ്ദേഹം. ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല. താനെന്താ ഇങ്ങനെ നിൽക്കണത്? ഈ പട്ടി കൊള്ളാതെ നിൽക്കണോല്ലേ? മോഹൻലാൽ ആ പടത്തിൽ 2 ഭിത്തിയാചാരി എങ്ങനെ നിൽക്കുന്നത്? അതായത് എന്താ ഇത്? കടയിലെ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതോ? പാണന്റെ പാട്ടിനൊത്ത് താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് വെച്ചിടും. എന്താ പേര്? ജെന്നിഫർ ലോപ്പസ്. ലോപ്പസ് അല്ല, ലോ ക്ലാസ്. ഇനിയെങ്കിലും നല്ല കുട്ടിയാവണം. ഇനിയെങ്കിലും ഞാൻ നല്ല കുട്ടിയായ എന്റെ സിനിമയിൽ എടുക്കോ? ഞാൻ വീട് വെച്ചത് പഞ്ചായത്തിൽ അറിയിച്ചിട്ടില്ലെന്ന്. വീട് നോക്കുമ്പോ പഞ്ചായത്തിൽ അറിയിക്കണം. പഞ്ചായത്ത് വെച്ചിട്ട് എന്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ലല്ലോ. നായികയെ എണ്ണ തേപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു. ഇത് കണ്ടിട്ട് സ്വന്തം ഭാര്യ എന്താണ് പറഞ്ഞത്? ശത്രുക്കൾക്ക് പോലും ആ ഗതി ഉണ്ടാക്കല്ലേ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന.